ഇന്ന് ഞാനിവിടെ ഒരു സൂപ്പർ പച്ചടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഓണമൊക്കെയല്ല വരുന്നത്, അപ്പോൾ സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി പച്ചടിയാണ്. നല്ല കുറുകിയിരിക്കുന്ന നല്ല സൂപ്പർ, അധികം പുളിയൊന്നുമില്ലാത്ത ഒരടിപൊളി പച്ചടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പച്ചടി പല വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ട് തക്കാളി പച്ചടി, ബീട്രൂട്ട് പച്ചടി, ഇങ്ങനെ പല പല വെറൈറ്റി പച്ചടികളുണ്ട്. അപ്പോൾ നമുക്ക് കുക്കുംബർ, അതായത് നമ്മളിവിടെ കക്കിരി എന്നൊക്കെ ഇപ്പോൾ നമ്മൾ സാലഡിനൊക്കെ ഉപയോഗിക്കില്ല, ആ ഒരു കക്കിരിയുടെ ഒരു പകുതി വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഇത്തിരി തേങ്ങാ പീസസ്, ഒരു ചെറിയൊരു പോർഷൻ തേങ്ങാ പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കേട്ടോ. 2 പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് ജസ്റ്റ് നിങ്ങൾ അരച്ച് ഒന്ന് ഒതുക്കിയതിന് ശേഷവും ചേർക്കാം, അല്ലാതെയും ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട്, ചിലവർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കും. ഞാനിവിടെ അങ്ങനെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുക്കുന്നില്ല. ഒരു ഇത്തിരി ഒന്ന് ഒതുക്കിയെടുക്കുമെന്ന് പറഞ്ഞാൽ അതിലും കൂടെ ഒന്ന് നല്ല ഫൈനായിട്ടല്ലാതെ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കുക്കുംബറിൻ്റെ പകുതിയാണ് കേട്ടോ. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു ഇത്തിരി അത് വേവാനുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്കുണ്ടോ നമ്മുടെ കക്കിരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണേ. നമ്മൾ തൈരും തേങ്ങയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇത് തിളച്ച് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തീയൊന്ന് ഓഫ് ചെയ്തു. ആ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചൂടാറിയതിന് ശേഷം അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പൊട്ടി നമ്മൾ ചട്ടി ഇത്തിരി ചൂടായി വരുമ്പോഴത്തേക്ക് തൈരും കൂടി ഒഴിച്ച് വരുമ്പോൾ ചൂടാകും. അപ്പോൾ തൈര് നന്നായിട്ട് അടിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കട്ടകളൊക്കെ ഉടച്ചിട്ട് വേണം. അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു ബൗളിൽ 1/2 ബൗൾ തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം നല്ല പുളിയൊന്നുമില്ല, നല്ല ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലോലാണ് വെച്ചേക്കുന്നത്. കാരണം ഓൾറെഡി ഈ ചട്ടി ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിളക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇളക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പല വെജിറ്റബിൾസ് വെച്ചിട്ടും ഈ ഒരു പച്ചടി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം. ഇതിന് മുന്നേ ബീട്രൂട്ട് പച്ചടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചില്ലി ഫ്ലെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത. അപ്പോൾ തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു ഇത്തിരി ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ കുക്കുംബർ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യ ഉണ്ടാക്കുമ്പം ഈ ഒരു പച്ചടിയും കൂടെ അതിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ലൈക്കും കൂടി അടിക്കുക. ലൈക്ക് കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കണം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഏതായാലും ഓണസദ്യ എല്ലാവരും ഉണ്ടാക്കും, അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്